മാം ഒരു ഡൗട്ട് ചോദിക്കാനുണ്ട്. കുട്ടികൾ കാല് തിരിഞ്ഞിരിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എങ്ങനെ ഇരിക്കുന്നത്? കാല് ബാക്കിലോട്ട് രണ്ട് കാല് തിരിച്ച് വെച്ചിരിക്കുന്നതിൽ. ഇവിടുത്തെ കുട്ടികൾ അങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അപ്പം മാം പറയുന്നുണ്ട് ഇരിക്കരുത്. അതായത് നമ്മളിപ്പോൾ നോർമലി കുട്ടികളെല്ലാം ഒരു 3 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെ അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് അങ്ങനെ ഇരിക്കുന്നത്. ഇപ്പം എഴഞ്ഞു പോയിട്ട് അവർ കുറച്ച് ഈ എഴഞ്ഞു തുടങ്ങിയിട്ട് ഇരിക്കുന്ന ഒരു പൊസിഷൻ എന്ന് വെച്ചാൽ കാല് ബാക്കിലോട്ട് ഇട്ടാണ് അല്ലേ? ചേച്ചിയുടെ മക്കളും ഒക്കെ അങ്ങനെയല്ലേ ഇരുന്ന് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇത് പോണം, ഈ ഒരു പോസ്ചർ അവരുടെ കംഫർട്ടബിൾ ഒരു പൊസിഷൻ കഴിഞ്ഞ് അവരത് മാറണം. ഇത് മാറിയില്ല, അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഹിപ്പ് മസിൽസ് ഇല്ലേ, നടുവിൻ്റെ അവിടെയുള്ള മസിൽസ് ഒക്കെ ടൈറ്റ് ആവും, വയറിൻ്റെ അവിടെയുള്ള മസിൽസും കട്ടിയാവും. അങ്ങനെ ആവുമ്പോൾ അവരുടെ ബാക്കിലെ സ്പൈനിലുള്ള മസിൽസ്, സ്പൈനിൻ്റെ 2 സൈഡിലുള്ള മസിൽസ് ഒക്കെ ടൈറ്റ് ആവുമ്പോൾ ഷോൾഡറിന് പ്രശ്നം വരും. ഇത് പിന്നെ എപ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നതെന്ന് വെച്ചാൽ എഴുതി തുടങ്ങുമ്പോൾ അതിലൊക്കെ ബുദ്ധിമുട്ട് വരും. അങ്ങനെയുള്ളതാണ് അത് ഒരു ബാരിയർ ആയിട്ടുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ഇതാക്കുന്നത്. അത് ഇപ്പം നോർമലി കുട്ടികളൊക്കെ ഇങ്ങനെയാണ് പൊസിഷൻ ചെയ്യുന്നത്, അതുകൊണ്ട് ഇരിക്കുന്നത്. അത് എല്ലാ കുട്ടികളിലും ഇതൊരു പ്രശ്നമാണെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും ഇത് തന്നെ ഇരിക്കുന്നത് കൊണ്ടും പ്രശ്നമാണെന്ന് പറയാൻ പറ്റില്ല. ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുക. വേറെ ഇപ്പൊ കാല് മടക്കിയിട്ട് കാല് നിവർത്തി ഫ്രണ്ടിലോട്ട് സ്ട്രെയിറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ കുട്ടികൾ ഇരിക്കുന്നെങ്കിൽ ഓക്കെ. ഈ ഒരു പൊസിഷൻ മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ അതൊരു കുഴപ്പമാണ്. താങ്ക്സ് സോ മച്ച്.